സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയ പുസ്തക വിരിഞ്ച പത്നീ കമലാസനസ്ഥിത സരസ്വതീ നൃത്യതു വാചിമേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് യോഗ്യതാ പരീക്ഷ. കശ്ചന തരുണഃ ആചാര്യം ഉപസർപ്യ അവദത്. ഒരു യുവാവ് ആചാര്യനെ സമീപിച്ചിട്ട് പറഞ്ഞു, അഹം ഭവതഃ ശിഷ്യഃ ഭവിതും ഇച്ഛാമി. ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആശ്രമേ സ്ഥിത്വാ അധ്യയനം കൃത്വ അഗ്രേ സന്യാസം സ്വീകർത്തും ഇച്ഛാമി ഇതി. ആശ്രമത്തിൽ താമസിച്ചു പഠിച്ചിട്ട് അതിനുശേഷം സന്യാസത്തെ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന്. യേ ആശ്രമം പ്രവേഷ്ടും ഇച്ഛേയുഹു തേഷാം യോഗ്യത സാമർഥ്യാധികം ബഹുധാ പരീക്ഷതേ സ്മ ആചാര്യ. ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആരാഗ്രഹിച്ചാലും അവരുടെ കഴിവിനെയും മികവിനെയും ആചാര്യൻ പല വിധത്തിൽ പരീക്ഷിക്കുമായിരുന്നു. അയം വിഷയ സർവൈഹി അഭിജ്ഞായതേ സ്മ. ഇക്കാര്യം എല്ലാവരാലും അറിയപ്പെടുന്നതായിരുന്നു. അതായത് ഇക്കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ആചാര്യൻ ഇങ്ങനെ പരീക്ഷിക്കും, ആചാര്യൻ വലിയ വലിയ പരീക്ഷകളൊക്കെ എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അയം തരുണഃ അഭി ഏതം വിഷയം ജാനൻ സർവവിധം സന്നാഹം കൃത്വ ഏവ ആഗതവാനാസീത്. ഈ യുവാവും ഈ കാര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടിയിട്ടാണ് വന്നിരുന്നത്. അതഃ ഗുരുണ ആയോജിതാസു സർവാസു പരീക്ഷാസു സഹ ഉത്തീർണഃ ജാതഃ. അതുകൊണ്ട് ഗുരുവാൽ നടത്തപ്പെട്ട എല്ലാ പരീക്ഷകളിലും അവൻ ജയിച്ചു. തഥാപി ആചാര്യ അവദത്. എന്നിട്ടും ആചാര്യൻ പറഞ്ഞു, സപ്താഹാനന്തരം ആഗമ്യത. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. തഥാ അഹം മമ നിർണയം ശ്രാവയിഷ്യാമി ഇതി. അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനത്തെ പറയാമെന്ന്. സഹ തരുണഃ തതഃ പ്രതിഗതഃ. ആ യുവാവ് അവിടെ നിന്നും തിരിച്ചുപോയി. അനന്തരദിനേ ഏവ ആചാര്യഃ കഞ്ചിത് ധനികം ആശ്രമഭക്തം ആഹൂയ തരുണസ്യ വിവരണാധികം ശ്രാവയിത്വാ അയം ഉന്നതസ്ഥാനെ നിയോക്തവ്യഃ അധികം വേതനം അപി ദാതവ്യം ഇതി അസൂചയത്. അടുത്ത ദിവസം തന്നെ ആചാര്യൻ ആശ്രമത്തിലെ അനുയായിയായ ഒരു ധനികനെ വിളിച്ചിട്ട് യുവാവിനെ പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും കൊടുത്ത ശേഷം, അതായത് യുവാവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ ധനികനോട് പറഞ്ഞിട്ട് ഇവനെ ഉന്നത ഉദ്യോഗത്തിൽ നിയോഗിക്കണം, ശമ്പളവും ധാരാളമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. തദാനുഗുണ്യേന സഹ ധനികഃ തം തരുണം ആഹൂയ സാമാന്യം പരീക്ഷണം വിധായ തം ഉദ്യോഗേ നിയുക്തവാൻ. അതിനനുസരിച്ച് ആ ധനികൻ ആ യുവാവിനെ വിളിച്ചിട്ട് ചെറിയ പരീക്ഷകളൊക്കെ ചെയ്തിട്ട് അവനെ ഉദ്യോഗത്തിൽ നിയോഗിച്ചു. അനിരീക്ഷിതം ഏതം അവസരം പ്രാപ്യ സഹ തരുണഃ അഭിസന്തുഷ്ടഃ. അവിചാരിതമായിട്ട്, വിചാരിച്ചിരിക്കാതെ ഈ ഒരു അവസരം, അതായത് ജോലി കിട്ടിയ ആ യുവാവും വളരെ സന്തുഷ്ടനായി. അനന്തരദിനേ ഏവ സഹ കാര്യാലയം പ്രതി ഗമനം ആരബ്ധവാൻ. അടുത്ത ദിവസം തന്നെ അവൻ
ഓഫീസിലേക്ക് പോകുവാൻ ആരംഭിച്ചു. സപ്താഹാനന്തരം തം തരുണം ആനായ ആചാര്യ അവദത്ത്. ഒരാഴ്ചയ്ക്ക് ശേഷം ആ യുവാവിനെ കൊണ്ടുവരിച്ചിട്ട് ആചാര്യൻ പറഞ്ഞു, ത്വം സർവാസു പരീക്ഷാസു ഉത്തീർണ അസി. നീ എല്ലാ പരീക്ഷകളിലും ജയിച്ചിട്ടുണ്ട്. അതഃ തവ ശിഷ്യത്വം അംഗീകൃതം മയ. അതിനാൽ നിന്റെ ശിഷ്യത്വം എന്നാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ശ്വഹ ഏവ ആശ്രമം ആഗന്തും അർഹസി ഇത്. നീ നാളെ തന്നെ ആശ്രമത്തിലേക്ക് വന്നോളൂ എന്ന് ആചാര്യൻ ആ യുവാവിനോട് പറഞ്ഞു. തഥാ തരുണഃ ശിരഃ അവനമ്യ അവദത്ത്. അപ്പോൾ തല കുനിച്ച് നിന്നുകൊണ്ട് ആ യുവാവ് പറഞ്ഞു, ശിഷ്യത്വം ഇഷ്ട്വാ മയാ ആശ്രമം പ്രതി ആഗതം ഇത് തു സത്യം. ശിഷ്യനാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആശ്രമത്തിലേക്ക് വന്നത് എന്നത് സത്യമാണ്. കിന്തു അത്രാന്തരേ മയാ ഉത്തമ ഉദ്യോഗ പ്രാപ്ത. എന്നാൽ ഇതിനിടയിൽ തന്നെ എനിക്ക് നല്ല ഉദ്യോഗത്തെ പ്രാപിക്കുവാൻ കഴിഞ്ഞു. എനിക്ക് നല്ല ഉദ്യോഗം കിട്ടി. പ്രഭൂതം വേതനം, ധാരാളം ശമ്പളവും ഉണ്ട്. കഥം തം ഉദ്യോഗം ത്യജേയം ഇത്. ആ ഉദ്യോഗത്തെ ഞാൻ എങ്ങനെ ത്യജിക്കുവാനാണ് എന്ന് യുവാവ് ആചാര്യനോട് ചോദിച്ചു. അപ്പൊ ആചാര്യൻ പറയുകയാണ്, അന്യത്ര അവസരം അപ്രാപ്യ അത്ര ആഗമനെ കഹ വിശേഷ. അതായത് മറ്റൊരിടത്തും അവസരം കിട്ടാതെ, വേറൊരിടത്തും അവസരം കിട്ടാത്ത ഒരാൾ ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇവിടെ, എന്ത് കാര്യമാണ് അവൻ ഇവിടെ വന്നിട്ട്? അവസരേ പ്രാപ്തേ അഭി യഹ തം പരിത്യജ്യ ആഗച്ഛേത് സഹ ഏവ യോഗ്യ ശിഷ്യ ഭവിതും അർഹതി. അവസരം കിട്ടിയിട്ടും ആ അവസരത്തെ പരിത്യജിച്ചിട്ട്, ആ അവസരം വേണ്ടെന്ന് വെച്ചിട്ട് ആര് വരുന്നോ അവനാണ് നല്ല ശിഷ്യനാകുവാനുള്ള അർഹതയുള്ളത്. അതായത് ഒരിടത്തും അവസരം കിട്ടാത്തയാളല്ല ആശ്രമത്തിലേക്ക് വരേണ്ടത്. അവസരം കിട്ടിയിട്ടും അത് ത്യജിച്ചിട്ട് വരുന്നവർക്കാണ് മഹത്വം എന്നാണ് ആചാര്യൻ യുവാവിനോട് പറയുന്നത്. സന്യാസിത്വ പ്രാപ്തേഹേ പ്രഥമം ലക്ഷണം ഏതത്. സന്യാസിത്വം കിട്ടുന്നതിലുള്ള ആദ്യത്തെ ലക്ഷണം ഇതാണ്. ഏത്? ത്യാഗം. അതായത് ഒരു ഉദ്യോഗം കിട്ടുന്നു, അതിനെ ത്യജിച്ചിട്ട് വരുന്നു, അത് ത്യാഗം ചെയ്തിട്ടാണ് വരുന്നത്. സന്യാസിത്വത്തിനുള്ള ആദ്യത്തെ ലക്ഷണം അവന് ത്യാഗ മനോഭാവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ത്യാഗ മനോഭാവം ഉള്ളവന് മാത്രമേ ഒരു നല്ല സന്യാസിയായിരിക്കുവാൻ സാധിക്കൂ, ഒരു നല്ല ശിഷ്യനാകാൻ സാധിക്കൂ എന്നാണ് ആചാര്യൻ ആ യുവാവിനോട് പറയുന്നത്. വസ്തുതത്വം ജ്ഞാതവാൻ സഹ തരുണ. കാര്യത്തെ നന്നായി മനസ്സിലാക്കിയ ആ യുവാവ് ഉദ്യോഗം നിർവ്യാമോഹം പരിത്യജ്യ, ഉദ്യോഗത്തെ വ്യാമോഹമില്ലാതെ ത്യജിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ വ്യാമോഹം ഉണ്ടായിരുന്നെങ്കിൽ ആ ഉദ്യോഗം ത്യജിക്കാതെ ആശ്രമത്തിലേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് ഉദ്യോഗം ചെയ്താൽ മതി എന്ന് പറയുമായിരുന്നു. പക്ഷെ ഈ യുവാവ് അങ്ങനെ ചെയ്തില്ല. കിട്ടിയ നല്ല ഉദ്യോഗത്തെ പരിത്യജിച്ചിട്ട്, അത് വേണ്ടെന്ന് വെച്ചിട്ട് അനന്തരദിനെ ഏവ ആശ്രമം പ്രതി ആഗതവാൻ, അടുത്ത ദിവസം തന്നെ ആശ്രമത്തിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചു ഭാഗത്തിന്റെ വ്യാകരണ ഭാഗങ്ങൾ ഒന്ന് നോക്കാം. യോഗ്യത ആകാരാന്ത സ്ത്രീലിംഗ. യോഗ്യതാ ശബ്ദ പ്രഥമാ വിഭക്തി ഏകവചനം. പരീക്ഷ ആകാരാന്ത സ്ത്രീലിംഗ. പരീക്ഷാ ശബ്ദ പ്രഥമാ വിഭക്തി ഏകവചനം. കശ്ചന അവ്യയം. തരുണ അകാരാന്ത പുല്ലിംഗ. തരുണ ശബ്ദ പ്രഥമാ വിഭക്തി ഏകവചനം. ആചാര്യം അകാരാന്ത പുല്ലിംഗ. ആചാര്യ ശബ്ദ ദ്വിതീയ വിഭക്തി ഏകവചനം. ഉപസർപ്യ സൃപ്പ് ധാതു കൃതന്തരൂപം ലബന്ധം അവ്യയം. അവദത്ത് വദ് ധാതു ലങ് ലകാര പ്രഥമ പുരുഷ ഏകവചനം. അഹം ദകാരാന്ത സ്ത്രീലിംഗ സർവനാമ അസ്മത് ശബ്ദ പ്രഥമാ വിഭക്തി ഏകവചനം. ഭവതഃ തകാരാന്ത പുല്ലിംഗ. ഭവത് സർവനാമ ശബ്ദ ഷഷ്ടി വിഭക്തി ഏകവചനം. ശിഷ്യ അകാരാന്ത പുല്ലിംഗ. ശിഷ്യ ശബ്ദ പ്രഥമാ വിഭക്തി ഏകവചനം. ഭവിതും
ഭൂധാതുഃ കൃതന്തരൂപം തുമുന്നന്തം അവ്യയം. ഇച്ഛാമി ഇഷ്ധാതുഃ ലട്ട് ലകാരഃ ഉത്തമപുരുഷ ഏകവചനം. ആശ്രമേ അകാരാന്തഃ പുല്ലിംഗഃ ആശ്രമശബ്ദः സപ്തമി വിഭക്തിः ഏകവചനം. സ്ഥിത്വാ സ്ഥാധാതുः കൃതന്തരൂപം ത്വാന്തം അവ്യയം. അധ്യയനം അകാരാന്തഃ നപുംസകലിംഗः അധ്യയനശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. കൃത്വാ കൃധാതുः കൃതന്തരൂപം ത്വാന്തം അവ്യയം. അഗ്രേ അകാരാന്തഃ നപുംസകലിംഗः അഗ്രശബ്ദः സപ്തമി വിഭക്തിः ഏകവചനം. സന്യാസം അകാരാന്തഃ പുല്ലിംഗः സന്യാസശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. സ്വീകർത്തും സ്വീ നിപാതം ഉപസർഗത്തെ പോലെയുള്ള ഒരു നിപാതം അവ്യയമാണ് സ്വീ. കൃധാതുഃ കൃതന്തരൂപം തുമുന്നന്തം അവ്യയം. ഇതി അവ്യയം യേ ദകാരാന്തഃ പുല്ലിംഗः യദ് സർവനാമശബ്ദः പ്രഥമാ വിഭക്തിः ബഹുവചനം. ആശ്രമം അകാരാന്തഃ പുല്ലിംഗः ആശ്രമശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. പ്രവേഷ്ടു പ്ര ഉപസർഗः വിശധാതുഃ കൃതന്തരൂപം തുമുന്നന്തം അവ്യയം. ഇച്ഛേയുഃ ഇഷ്ധാതുഃ വിധിലിംഗലകാരः പ്രഥമപുരുഷ ഏകവചനം. തേഷാം ദകാരാന്തഃ പുല്ലിംഗः തദ് സർവനാമശബ്ദः ഷഷ്ഠി വിഭക്തിः ബഹുവചനം. യോഗ്യതാ സാമർത്ഥ്യാധികം അകാരാന്തഃ പുല്ലിംഗः യോഗ്യതാ സാമർത്ഥ്യാധിക ശബ്ദः ദ്വിതീയ വിഭക്തിः ഏകവചനം. ബഹുധാ അവ്യയം. പരീക്ഷത്തെ ഇഷ്ധാതുഃ ലട്ട് ലകാരः ആത്മനേപദം പ്രഥമപുരുഷ ഏകവചനം. സ്മ അവ്യയം. ആചാര്യഃ അകാരാന്തഃ പുല്ലിംഗः ആചാര്യശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. അയം മകാരാന്തഃ പുല്ലിംഗः ഇദം സർവനാമശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. വിഷയഃ അകാരാന്തഃ പുല്ലിംഗः വിഷയശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. സർവൈः അകാരാന്തഃ പുല്ലിംഗः സർവനാമശബ്ദः തൃതീയാ വിഭക്തിः ബഹുവചനം. അപി അവ്യയം. ജ്ഞായത്തെ ജ്ഞാധാതുഃ കർമ്മണിയാണ് ലട്ട് ലകാരः പ്രഥമപുരുഷ ഏകവചനം. ഏതം ദകാരാന്തഃ പുല്ലിംഗः ഏതദ് സർവനാമശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. വിഷയം അകാരാന്തഃ പുല്ലിംഗः വിഷയശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. ജാനൻ ജ്ഞാധാതുഃ കൃതന്തരൂപം ശത്രന്തം പുല്ലിംഗः ജ്ഞാനത് ശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. സർവവിധം അകാരാന്തഃ പുല്ലിംഗः സർവവിധ ശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. സന്നാഹം അകാരാന്തഃ പുല്ലിംഗः സന്നാഹ ശബ്ദः ദ്വിതീയാ വിഭക്തിः ഏകവചനം. ഏവ അവ്യയം ആഗതവാൻ ആങ് ഉപസർഗः ഗം ധാതുഃ കൃതന്തരൂപം തവതു പ്രത്യയഃ ആഗതവത് ശബ്ദः പുല്ലിംഗः പ്രഥമാ വിഭക്തിः ഏകവചനം. ആസീദ് അസ്ഥാതുഃ ലങ് ലകാരः പ്രഥമപുരുഷ ഏകവചനം. അതഃ അവ്യയം. ഗുരുണാ ഉകാരാന്തഃ പുല്ലിംഗः ഗുരുശബ്ദः തൃതീയാ വിഭക്തിः ഏകവചനം. ആയോജിതാസു ആകാരാന്തഃ സ്ത്രീലിംഗः ആയോജിതാ ശബ്ദः സപ്തമി വിഭക്തിः ബഹുവചനം. സർവാസു ആകാരാന്തഃ സ്ത്രീലിംഗः സർവാ സർവനാമശബ്ദः സപ്തമി വിഭക്തിः ബഹുവചനം. പരീക്ഷാസു ആകാരാന്തഃ സ്ത്രീലിംഗः പരീക്ഷാശബ്ദः സപ്തമി വിഭക്തിः ബഹുവചനം. സഹ ദകാരാന്തഃ പുല്ലിംഗः തദ് സർവനാമശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. ഉത്തീർണഃ അകാരാന്തഃ പുല്ലിംഗः ഉത്തീർണശബ്ദः പ്രഥമാ വിഭക്തിः ഏകവചനം. ജ്ഞാതഃ ജ്ഞാധാതുഃ കൃതന്തരൂപം ത പ്രത്യയഃ ജ്ഞാതശബ്ദः പുല്ലിംഗः പ്രഥമാ വിഭക്തിः ഏകവചനം. തഥാപി തഥാ അപി രണ്ടു വാക്കുകളാണ്, രണ്ടും അവ്യയങ്ങളാണ്. സപ്താഹാനന്തരം അവ്യയമാണ്. ആഗമ്യതാം ആങ് ഉപസർഗഃ ഗം ധാതുഃ
कर्मणि लोट् लकारः प्रथमपुरुष एकवचनं तदा अव्ययं मम दकारान्तः स्त्रीलिङ्गः अस्मद् सर्वनामशब्दः षष्ठी विभक्तिः एकवचनं निर्णयम् अकारान्तः पुल्लिङ्गः निर्णयशब्दः द्वितीया विभक्तिः एकवचनं श्रावयिष्यामि श्रु धातुः निच् रूपं लिरिट् लकारः उत्तमपुरुष एकवचनं ततः अव्ययं प्रतिगतः प्रति उपसर्गः गम धातुः कृतन्तरूपं तप् प्रत्ययः प्रतिगत शब्दः पुल्लिङ्गः प्रथमा विभक्तिः एकवचനം അപ്പോ നമ്മൾ കഥ കേട്ടു അത് കഴിഞ്ഞ് വ്യാകരണാംശങ്ങളും കുറച്ച് ഭാഗത്തിന്റെ നോക്കി ബാക്കി വ്യാകരണാംശങ്ങൾ നിങ്ങൾ സ്വയം പരിശീലിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ യൂട്യൂബിന്റെ അടിയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമസ്കാരം